ഹലോ, അസ്സാം വലൈക്കും. ക്യാൻ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം. ഇന്ന് ഞാനും എൻ്റെ അനിയത്തിയും കൂടിയിട്ട് നമ്മൾ വീടിൻ്റെ കുറച്ച് അകലെയുള്ളൊരു സ്ഥലത്തേക്ക് കുറച്ച് ദൂരത്തേക്ക് ഒരു യാത്ര പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും എൻ്റെ അനിയത്തിയും കൂടിയിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ എൻ്റെ വീഡിയോയിലൊക്കെ എൻ്റെ വണ്ടിയുടെ മിറർ ഇങ്ങനെ കിടക്കുന്നത് കാണും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയൊക്കെ യാത്ര ചെയ്യുന്ന കുട്ടിയല്ലേ, ആ മിറർ ഒന്ന് നന്നാക്കിക്കൂടെ എന്ന്. ഒരുപാട് തവണ നന്നാക്കിയിട്ടോ. ഈ സ്റ്റാൻഡും ഞാൻ നന്നാക്കിയിട്ടുണ്ട്. സ്റ്റാൻഡ് നന്നാക്കിയിട്ടുണ്ടെന്ന് എടുത്ത് പറഞ്ഞത്, സ്റ്റാൻഡ് ഇട്ടപ്പോൾ ഈ എന്താ പറയുക, ചില സമയത്ത് വണ്ടി ഒന്ന് തെന്നി വീഴും. 1-2 പ്രാവശ്യം അങ്ങനെ വീണത് കൊണ്ടാണ് മിറർ അങ്ങനെ കിടക്കുന്നത്. അതൊക്കെ പോട്ടെ, നമ്മളതല്ലല്ലോ പറയാൻ ഉദ്ദേശിച്ചത്. നമ്മൾ പോകുന്നത് വെള്ളാപ്പിലേക്കാണ്. വെള്ളാപ്പിൽ ഉദ്ദേശിച്ചത് ഇപ്പോൾ നല്ല എന്താ പറയുക, ഇൻസ്റ്റയിലും മറ്റു എന്താ പറയുക ഇതിലൊക്കെ കാണുന്നുണ്ടല്ലോ ഒരു പാർക്ക്. അവിടെ നിന്ന് കുറച്ചപ്പുറത്തേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും വന്നു കഴിഞ്ഞാൽ അധികവും അവിടെയാണ് പോവാറ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്ഥലമാണ്. കുറച്ചിരുന്ന് വർത്താനൊക്കെ പറയാൻ പറ്റിയൊരു സ്ഥലമാണ്. അങ്ങനെ ഇതാ 2 പുഴയുടെ നടുക്കാണ് കേട്ടോ റോഡ് വരുന്നത്. ഞാൻ മെല്ലെയാണ് വണ്ടി ഓടിക്കുന്നത്. കാരണം ഒന്നാമത് കുട്ടിയുണ്ട്, രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പൊതുവേ വണ്ടി ചെറുങ്ങനെയാണ് ഓടിക്കാറ്. പതുക്കനെ ഞാൻ ഓടിക്കാറുള്ളൂ. ഞങ്ങൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന ഇതാണല്ലോ. അങ്ങനെ ഇതാ നമ്മൾ സ്ഥലത്തെത്തി. സ്ഥലത്തിൻ്റെ പേര് ഇതാ ഇടയിലെ കാട് എന്നാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ അവിടത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ ആളൊന്നും ഇല്ലാത്ത സ്ഥലത്തേക്കാണോ നിങ്ങൾ പോയതെന്ന് ചോദിക്കും. ഇവിടെ ഭയങ്കര ആൾക്കാരുണ്ടാകുന്നുണ്ട്. ഞങ്ങളാണ് ഫസ്റ്റ് വന്നത്. ഇപ്പം നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ്. ഒരു 4-5 മണിയാകുമ്പോൾ അവിടെ ഫുൾ ആൾക്കാരുണ്ടാവും. കാരണം ഈ ഗെറ്റ് ടുഗദർ, പെണ്ണ് കാണൽ ചടങ്ങ്, കോളേജ് കുട്ടികളുടെ പല ബർത്ത്ഡേയോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെയാണ് നടക്കാറ്. അവിടെ എത്തിയതാ നല്ല സ്ഥലമാണ് കേട്ടോ. അങ്ങനെ വലിയ ഗമയിലൊക്കെ നമ്മൾ അവിടെ പോയിരുന്ന് മെനു കാർഡൊക്കെ നോക്കുന്നുണ്ട്. വലിയ കാര്യമൊന്നുമില്ല, എന്നാലും ഒരു ജസ്റ്റ് ഒന്നിങ്ങനെ എന്താ പറയുക, അവിടെ പോയിരുന്നതല്ലേ. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് നോക്കുകയാണ്, ഓരോന്നിൻ്റെ റേറ്റൊക്കെ നോക്കി. അങ്ങനെ നമ്മൾ അവിടെ പോയി ആ ചായയുടെ കടിയൊക്കെ നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ആടിൽ ഇക്കാതെ ചോദിക്കുന്നുണ്ട്, അതിന് എന്താണ് നിങ്ങളിങ്ങനെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു എനിക്ക് ചെറിയൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് സന്തോഷമായി. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇതായി കടിക്ക് ഇവിടെ കരിയപ്പം എന്നാണ് പറയൽ. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് പറയുന്നത് കമൻറ്റ് ചെയ്യണം. പിന്നെ അങ്ങനെ ഒരു കരിയപ്പവും ഒരു മുട്ടയുടെയും അതുപോലെ തന്നെ ഇതാ ഒരു കായയുടെയും വാങ്ങിയിട്ടുണ്ട്. കായട കോഴിക്കോട് ഭാഗത്തൊക്കെ ഇതിന് ഉന്നക്കായ എന്ന് പറയും. എല്ലാത്തിനും 20 റുപ്യാണ്. 20 റുപ്യ വല്ല ഇതൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ചായ ഞങ്ങൾ വാങ്ങി. ചായ അടിപൊളി ചായ കേട്ടോ, സൂപ്പർ ചായ. 20 റുപ്യ കൊടുത്താലും കുഴപ്പമില്ല, അത്രയും നല്ല അടിപൊളി ചായയാണ്. നല്ല അടിപൊളി ചായ ആയതുകൊണ്ട് നമുക്കത്ര വിഷമം ഉണ്ടായിട്ടില്ല. പക്ഷെ കടിക്ക് 20 റുപ്യ ആകുമ്പോൾ പിന്നെ അത്ര ഇതായിപ്പില്ല. അങ്ങനെ ഇതായി കറങ്ങുന്നതിൽ കയറുന്നത് എൻ്റെ മോനല്ല കേട്ടോ, എൻ്റെ അനിയത്തിയാണ്. അങ്ങനെ നമ്മൾ നേരെ നമ്മൾ നാട്ടിലേക്ക് വിട്ടു. നാട്ടിലെത്തി നമ്മൾ റാന്തൽ ഹോട്ടലിലെത്തി. ഇവിടുത്തെ ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഫുഡാണ്. ഇവിടുത്തെ അൽഫാം ആയിക്കോട്ടെ, ഷവർമ ആയിക്കോട്ടെ, ഷവായ ആയിക്കോട്ടെ, നല്ല സൂപ്പറാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ജ്യൂസും. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊറോട്ടയാണ് കേട്ടോ. പൊറോട്ടയാണ്, സൂപ്പർ പൊറോട്ടയാണ്. അങ്ങനെ നമ്മൾ ഫാമിലി റൂമിലാണ് ഇരുന്നത്. അവിടെ വേറൊരു കസ്റ്റമർ ഉണ്ടായതുകൊണ്ട് അവിടെ ഇരിക്കേണ്ട ശേഷം നമ്മൾ നേരെ നമ്മൾ എന്താ പറയുക ഫാമിലി റൂമിലേക്ക് പോയി. അവിടെ നിന്ന് നല്ല ഓർഡർ ആക്കാൻ വന്ന് അങ്ങനെ നമ്മൾ ചൂടിൽ അൽഫാമും നല്ല അടിപൊളി പൊറോട്ടയും അങ്ങനെ വന്ന്. അങ്ങനെ എനിക്ക് ചിക്കനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അതിപ്പോൾ ലാസ്റ്റ് എൻ്റെ പ്ലേറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. അങ്ങനെ അനിയത്തി നല്ല പാങ്ങിലും പ്ലേറ്റൊക്കെ നല്ലോണം അടിച്ചെടുത്തെന്ന് പറയാം. അത്രയും ടേസ്റ്റ് ഉണ്ടായിന്, സൂപ്പറായിന്. ഇതാണ് അനിയത്തിൻ്റെ പ്ലേറ്റ് കേട്ടോ. തൊട്ടപ്പുറം ഞാനായിരിക്കുന്നത്. എൻ്റെ പ്ലേറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.